ഹായ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു ക്രിസ്മസ് വ്ലോഗാണ്. ഇവിടെ ക്രിസ്മസിൻ്റെ തലേദിവസം നല്ല മഞ്ഞൊക്കെ പെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു സ്നോയി ക്രിസ്മസ് ആണ്. അതിപ്പം ക്രിസ്മസ് ട്രീ കാണാൻ വേണ്ടിയിട്ട് വന്നതാണ്. ഈ ഒരു ക്രിസ്മസ് ട്രീ ഒക്കെ എല്ലാവർക്കും പരിചയമുണ്ടാകും. എല്ലാ വർഷവും ഞാനിങ്ങനെ വീഡിയോയിൽ കാണിക്കാറുള്ളതാണ്. എൻ്റെ സൗണ്ട് കുറച്ച് അടഞ്ഞിരിക്കുക കേട്ടോ, കോൾഡ് കാരണം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ക്രിസ്മസ് ഫ്രണ്ട്സ് എല്ലാവരും കൂടിയിട്ടൊരു പോട്ട്ലക്ക് പാർട്ടി, ക്രിസ്മസ് പാർട്ടി പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഭയങ്കര തണുപ്പ് അല്ലേ? തണുപ്പുണ്ടോ? അപ്പോൾ നമ്മൾ ഇന്നൊരു ക്രിസ്മസ് പോട്ട്ലക്ക് പാർട്ടിയാണ് അനുവിൻ്റെ വീട്ടിൽ. അപ്പോൾ അവിടേക്ക് പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ അവിടെ പോയിട്ട് വിശേഷങ്ങളൊക്കെ കാണാം. ഞാൻ വീട്ടിൽ നിന്നൊന്നും വീഡിയോ എടുത്തില്ല. കുക്ക് ചെയ്യുന്ന വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല, ഭയങ്കര തിരക്കായിരുന്നു. ബാക്കിയതൊക്കെ അവിടെ പോയിട്ട് കാണിക്കാം. അപ്പോൾ ഇത് ഫുൾ മഞ്ഞ് പെയ്ത് കിടക്കുന്നുണ്ട്. ഇന്നലെ നല്ല മഞ്ഞായിരുന്നു. ഇന്നൊരു വൈറ്റ് ക്രിസ്മസ് ആണ്. അപ്പം നല്ല രസമാണ്. നമ്മുടെ ബാക്ക് യാർഡിലൊക്കെ നല്ല മഞ്ഞ് പെയ്ത് അങ്ങനെ കിടക്കുന്നുണ്ട്. ഇവിടെയൊക്കെ പിന്നെ റോഡായതുകൊണ്ട് പെട്ടെന്ന് മെൽട്ടായി പോകുമല്ലോ അല്ലേ? ജാനൂട്ടി ഉണ്ട് അവിടെ പൊതിച്ചു മൂടിയിരിക്കുകയാണ്. നമ്മൾ മഞ്ഞൊക്കെ പെയ്തപ്പോൾ മൂടി പൊതിച്ച് കിടക്കായിരുന്നു. അത് കഴിഞ്ഞ് മഞ്ഞ് വീഴ്ചയെല്ലാം കഴിഞ്ഞത് ഇതുപോലെ നല്ല സെറ്റായിരിക്കുമ്പം ഒന്ന് ഫോട്ടോ ഒക്കെ എടുക്കാമെന്ന് പറഞ്ഞിട്ട് വന്നതായിരുന്നു. അപ്പോൾ ഇതൊക്കെ നേരത്തെ എടുത്ത വീഡിയോ ആണ്, മഞ്ഞിൽ കളിക്കണമൊക്കെ. അപ്പോൾ നമ്മളിപ്പോൾ എന്തായാലും വീട്ടിലെത്തി. അതേ കട്ട്ലറ്റൊക്കെ ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടുണ്ട് ഹന. പിന്നെ അതേ ഹനയുടെ വകയായിട്ടുള്ള പുഡിംഗ് ഉണ്ട്. അപ്പോൾ നേരിട്ട് തന്നെ ഇപ്പോൾ ഞാൻ ഭക്ഷണത്തിൽ കടന്നിരിക്കുകയാണ്, കാരണം ലേറ്റായി എത്തുമ്പോൾ. അപ്പോൾ എല്ലാവരും വിശന്നിരിക്കുകയാണ്, ഉച്ചയായിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ പോട്ട്ലക്കിൽ ഉള്ളത് ഇപ്പോൾ ഇതേ ഫ്രൈഡ് റൈസും മീൻ കറിയും അനു ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ അപ്പവും സ്റ്റൂവും ആർദ്രയും അമ്മയും കൂടിയിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ കപ്പയും അതുപോലെ ചമ്മന്തിയും വട്ടയപ്പവും കൂടിയിട്ടാണ് ഉണ്ടാക്കിയത്. പിന്നെന്തായിരുന്നു, പിന്നെ ഉരുളക്കിഴങ്ങിൻ്റെ ഒരു കറി ഉണ്ടായിരുന്നു. പിന്നെ ഗ്രീൻ പീസ് ഹാന ഉണ്ടാക്കിക്കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പിന്നെ പ്ലം കേക്ക്, ക്രിസ്മസ് ആണല്ലോ, അപ്പം പ്ലം കേക്കും അതുപോലെ ഗ്രേപ്പ് ജ്യൂസും ഉണ്ട്. പിന്നെ ബീഫിൻ്റെ കറിയും കൂടെ ഉണ്ട്. അത് ഞാൻ വീഡിയോ എടുത്തില്ലെന്ന് തോന്നുന്നു. അതും ഹന ഉണ്ടാക്കിയിട്ട് കൊണ്ടുവന്നതാണ്. അപ്പോൾ എന്തായാലും എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ച് പിന്നെ കുറച്ച് നേരം കഴിഞ്ഞിട്ട് ഗെയിംസൊക്കെ പ്ലാൻ ചെയ്യാമെന്ന് പറഞ്ഞിട്ടിരിക്കുകയായിരുന്നു. ആദ്യം കുട്ടികൾക്കുള്ള ഗെയിംസൊക്കെ കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ അത് ഇങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ടൊക്കെ സെറ്റ് ചെയ്തു ഫോട്ടോസ് എടുക്കാൻ വേണ്ടിയിട്ട്. കുട്ടികളുടെ നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ ക്രിസ്മസ് ഫ്രണ്ടിനെയൊക്കെ തിരഞ്ഞെടുക്കില്ല, അതുപോലെ ഞങ്ങൾ ഇവർക്ക് വേണ്ടിയിട്ട് മാത്രം ഒരു ക്രിസ്മസ് ഫ്രണ്ടിനെ ഇങ്ങനെ തിരഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നു. വിക്കിൻ്റെ ബർത്ത്ഡേ ടൈമിലാണ്. വിക്കിൻ്റെ ബർത്ത്ഡേ വീഡിയോ വരുന്നതാണ്. ഇതിപ്പോൾ ക്രിസ്മസ് ആയതുകൊണ്ട് പിന്നെ എപ്പോഴെങ്കിലും ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു ഫ്ലോ പോവില്ലെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ തന്നെ ഇടുന്നത്. അങ്ങനെ എല്ലാവരും ലോട്ടൊക്കെ സെലക്ട് ചെയ്ത് അവരവരുടെ സീക്രട്ട് ഫ്രണ്ടിനെയൊക്കെ കിട്ടി എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള ഗിഫ്റ്റൊക്കെ വാങ്ങിയിട്ട് വന്നിട്ട് ഇതിപ്പോൾ ഇങ്ങനെ ക്രിസ്മസ് ഡേ എല്ലാവർക്കും അത് ഷെയർ ചെയ്യാണ്. പിന്നെ അടുത്തത് ക്രിസ്മസ് ഗെയിംസ് ഒക്കെ കളിക്കാമെന്ന് പറഞ്ഞിട്ട് ഒരുപാട് പ്ലാനിങ് ഒക്കെ ഉണ്ടായിരുന്നു. കുട്ടികളെ വെച്ചിട്ട് എല്ലാവരെയും കൂടെ കളിപ്പിക്കാൻ കുറച്ച് പാടായിരുന്നു. ഒരാൾ വരുമ്പോൾ ഒരാൾ വരില്ല, അങ്ങനെയൊക്കെ ആയിരുന്നു. എന്തായാലും ഇവരിപ്പോൾ 3 പേരും കൂടെ ഫ്രീ സ്റ്റാൻസ് കളിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇങ്ങനെ ബലൂൺ കൊണ്ടിടലൊക്കെയാണ്. പക്ഷേ റൂളൊക്കെ പറഞ്ഞു കൊടുത്തിട്ടും എല്ലാവരും തെറ്റിക്കായിരുന്നു. അതുകൊണ്ട് പിന്നെ ആ ഒരു ഗെയിമും നിർത്തി. പിന്നെ അതിനുശേഷം നമ്മളെല്ലാവരും കൂടിയിട്ട് ഒരു കോട്ടൺ ബോൾ വെച്ചിട്ട് ഇങ്ങനെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കളിക്കാമെന്ന് വിചാരിച്ചു, വലിയവരെല്ലാവരും കൂടെ. അതിൻ്റെ ഇടയിൽ ഇവർ ഈ വാട്ടർ ഇങ്ങനെ ഫില്ല് ചെയ്തിട്ടുള്ളൊരു ഗെയിം ഉണ്ടല്ലോ, അതും കളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ ഇതെല്ലാവരും കൂടിയിട്ട് കളിക്കുകയാണ്. അപ്പോൾ ആദ്യം അച്ഛനാണ് തുടങ്ങിയിരിക്കുന്നത്. എന്നിട്ട് നമ്മൾ ഈ ഒരു കണ്ണടച്ചിട്ട് വേണം ഇങ്ങനെ പ്ലേറ്റിൽ കോട്ടൺ ബോൾസ് വെച്ചിട്ട് ആ ഒരു സ്പാച്ചില ഉണ്ടല്ലോ നമ്മുടെ ദോശയൊക്കെ ചട്ടകം പോലത്തെ അങ്ങനത്തെ സാധനം കൊണ്ട് ഇങ്ങനെ എടുത്ത് കോരിയിടണം. അതുകൊണ്ടാണ് കഷ്ടമായിട്ടുണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് അതിങ്ങനെ എല്ലാവരും കോരിയിട്ടുകൊണ്ടിരിക്കുകയാണ്. സാധാരണ ഓർത്തു ഇങ്ങനെ വീഡിയോയിലൊക്കെ കണ്ടപ്പോൾ ഇത് കോരിയിടാൻ കുഴപ്പമില്ലല്ലോ എന്ന് വിചാരിച്ചു. പക്ഷേ ഇത് കാണുന്ന പോലെ അല്ലെങ്കിൽ എളുപ്പമുള്ളൊരു പരിപാടിയൊന്നുമല്ല. എന്നാലും നല്ല ഫണ്ണായിരുന്നു. ശരിക്കും അടിപൊളിയായിട്ട് എല്ലാവരും കൂടിയിട്ട് ഒരുപാട് ചിരിച്ച് എൻജോയ് ചെയ്തിട്ട് ചെയ്തതാണ്. അപ്പോൾ ഇങ്ങനെ കോട്ടൺ ബോൾസ് കുട്ടികളും പിന്നെ കളിച്ചിട്ടുണ്ടായിരുന്നു 2-3 പേര്. അത് കഴിഞ്ഞിട്ട് അത്രയൊക്കെയാണ് നമ്മുടെ ഒരു ക്രിസ്മസ് വിശേഷം കേട്ടോ. ഇത് കഴിഞ്ഞ് പിന്നെ ഗെയിമിലോട്ട് പോവുകയാണ്. അതുകൊണ്ട് ഞാൻ പിന്നെ അങ്ങനെ ഗെയിമായിട്ട് ഇടാമെന്ന് വിചാരിച്ചു. അതിന് ശേഷം പിന്നെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നും ഇല്ല. നമ്മുടെ ഡിന്നറും കൂടെ കഴിഞ്ഞിട്ടാണ് എല്ലാവരും കൂടെ പിരിഞ്ഞത്. അങ്ങനെ അടിപൊളിയായിട്ടൊരു ക്രിസ്മസ് ആഘോഷമായിരുന്നു ഉണ്ടായിരുന്നത് ഫ്രണ്ട്സൊക്കെ ആയിട്ട്. എന്തായാലും ഇവിടെ വന്നതിന് ശേഷം ശരിക്കും പറഞ്ഞാൽ ആദ്യമായിട്ടാണ് ക്രിസ്മസ് എല്ലാവരുമായിട്ടും ആഘോഷിക്കുന്നത്. ലാസ്റ്റ് ടൈം നമ്മുടെ ക്രിസ്മസ് നാട്ടിലായിരുന്നു. അതിന് മുന്നൊക്കെ ഞങ്ങൾ 3 പേരും കൂടി തന്നെയായിരുന്നു ആഘോഷിക്കുക എല്ലാ ടൈമിലും ഉണ്ടായിരുന്നത്. അപ്പോൾ ആ പഴയ വീഡിയോസിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ എന്തായാലും കൊടുത്തേക്കാം.
അപ്പോൾ എല്ലാവരുടെയും ക്രിസ്മസ് ഒക്കെ നല്ല അടിപൊളിയായിട്ട് ആഘോഷിച്ചു എന്ന് വിചാരിക്കണം. ഇനിയിപ്പോൾ ന്യൂ ഇയർ ആവാനുണ്ട്, കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും അഡ്വാൻസ് ഹാപ്പി ന്യൂ ഇയർ. എല്ലാവരും സന്തോഷമായിട്ടിരിക്കുമെന്ന് വിചാരിക്കണം. ഇനി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ഒരുപാട് താങ്ക്സ് ഉണ്ട് ഇവിടെ വരെ കണ്ടതിൽ. ബൈ ബൈ.